അസിത, ശരിക്കും എന്തായാലും ഈ ചർച്ചകൾ പുരോഗമിക്കുന്നു, അവരൊരു കരയ്ക്ക് ഇത് കൊണ്ട് എത്തിക്കുമെന്ന് ഏകദേശം മനസ്സിലായി. പക്ഷേ ഈ സർക്കാരിനെ കാത്തിരിക്കുന്ന ഗുരുതരമായ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. അത്ര എളുപ്പം ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ അത്ര എളുപ്പമായിരിക്കില്ല. മുണ്ട് മുറുക്കി കൊടുക്കുന്ന മാത്രമല്ല, 2-3 തവണ ബെൽറ്റൂടെ കെട്ടേണ്ടി വരും എന്നുള്ള അവസ്ഥയുണ്ട്. ഇന്നലെ എന്തായാലും മുതിർന്ന നേതാവ് എ കെ ആന്റണിയാണല്ലോ അതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പരാമർശം നടത്തുന്നത്. പക്ഷേ അതിന് പിന്നാലെ മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് എന്താണ് നിലവിലെ ധനസ്ഥിതി എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് പക്ഷേ അത്ര കണ്ട് ചർച്ചയായിട്ടില്ല എന്ന് തോന്നുന്നു. എന്തു തന്നെയായാലും ഇവിടെ UDF നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം ജനപ്രിയമായ ഒരുപാട് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അത് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ മന്ത്രിസഭാ രൂപീകരണം ഒന്നും വന്നിട്ടില്ല. നയപരമായ ഒരു തീരുമാനം വന്നാൽ മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന സംഗതിയാണ്. പക്ഷേ എങ്കിൽ പോലും 15 എന്നൊരു ഡേറ്റ് KC വേണുഗോപാൽ എന്ന നേതാവ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെയൊക്കെ കേരളത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നത്. അപ്പോൾ അവരുടെ പ്ലാൻ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഫലം വരുന്ന ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 101-100-ലധികം എന്ന ആത്മവിശ്വാസം അങ്ങനെ വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയിൽ തീരുമാനം, മന്ത്രിസഭാ രൂപീകരണം. പക്ഷെ അത് നടക്കാതെ പോയത് കോൺഗ്രസിനുള്ളിലെ UDF-നുള്ളിലെ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന് അതുകൊണ്ടാണ് ആ ഡേറ്റ് നീണ്ടുപോകുന്നത്. എന്തായാലും ആ 15 എന്നുള്ള ഡേറ്റ് അവിടെ നിൽക്കുന്നു. അങ്ങനെയാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. അത് എന്ത് തന്നെയായാലും അത് നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനമാണെങ്കിൽ വലിയ പ്രതിസന്ധി സ്വാഭാവികമായും സർക്കാരിനെ കാത്തിരിക്കുകയാണ്. നമ്മൾ മുൻപ് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ KSRTC വലിയ നിലയിൽ പ്രതിസന്ധി നേരിട്ട ഒരു കാലമായിരുന്നു. അതിൽ നിന്നും പതിയെയാണെങ്കിലും കരകയറി വന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം, വീട് കിടന്നിടത്തു നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മാത്രം തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് ഈ പ്രഖ്യാപനം വരുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. അപ്പോൾ അത് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ വരാൻ പോകുന്ന അധിക ബാധ്യത എത്രയാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊന്ന്. 2, ആശമാരുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട് അവരുടെ സമരം നടക്കുന്ന ഘട്ടത്തിൽ VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രി ആ സമരവേദിയിൽ പോയി പറഞ്ഞത് ആദ്യത്തെ ക്യാബിനറ്റിലെ തീരുമാനമായിരിക്കും 21,000 രൂപയാക്കി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയുന്നത് പോലെ തന്നെ ഇതൊരു കേന്ദ്ര സ്കീമാണ്. അതിലുള്ള പ്രതിസന്ധികൾ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ തീരുമാനത്തിലേക്ക് എങ്ങനെ എത്താനാകും എന്നുള്ളതാണ്. അപ്പോൾ ആശമാരുടെ വേതനം അത്ര വർദ്ധിപ്പിക്കുമ്പോൾ അത് മാത്രമായി പിന്നീട് ചുരുങ്ങുമോ എന്നുള്ള സംശയമുണ്ട്. സ്വാഭാവികമായും അത്തരം സ്കീമുകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്, അവരിലേക്കൊക്കെ ഈ ആവശ്യം വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പ്രധാനമാണ്. മറ്റൊരു കാര്യം, ഈ ഇൻഷുറൻസും ഒക്കെ ബന്ധപ്പെട്ട്, മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് മുൻപും ഉണ്ടായിരുന്നു. അത് കർഷകർക്കുള്ള ധനാശ്വാസമായിരുന്നു, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുന്നത്തെ കാലത്ത്. പക്ഷെ അതൊന്നും നടപ്പിലായിട്ടേ ഇല്ല. ഇപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എവിടുന്ന് ഈ സാമ്പത്തിക കണ്ടെത്തും, ഇതെങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ധനകാര്യം കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നത്.